ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് റൂമിൽ നമുക്ക് എന്തൊക്കെ ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത്. ഇവിടെയുള്ള ടീച്ചേഴ്സിന് അറിയുന്നുണ്ടാവും നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ ഏത് രീതിയിൽ ഈച്ച് കാറ്റഗറീനെ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് അത് അറിയുന്നുണ്ടാവും. പക്ഷേ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. കുറച്ച് പേർക്കെങ്കിലും ഓഫ് കോഴ്സ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പല സ്കൂളിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ കൊടുക്കുന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ഡെമോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ കാണിക്കാൻ പറ്റും. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഡെമോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറൻസിയേഷനും ഒരുപാട് അങ്ങനെയുള്ള ടാസ്ക് ഒന്നും കൊടുക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ടീച്ചിങ് ജോലിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നാട്ടിലുള്ളതിനേക്കാളും നമ്മൾ പല രീതിയിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുകയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് നാഷണാലിറ്റീസ് എന്നുള്ള കുട്ടികളുണ്ടാവും. അവരുടെ സംസാരം, അവരുടെ ആക്സെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. മെയിൻലി നമ്മൾ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ നോളജ്, മീൻസ് അവരുടെ ആ ഒരു കാപ്പബിലിറ്റി, ലേണിംഗ് കാപ്പബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസിയേഷന് നമ്മൾ ലോ ലെവൽ കുട്ടികളുണ്ടാവും, ലോ അച്ചീവേഴ്സ് ഉണ്ടാവും, മിഡിൽ അച്ചീവേഴ്സ് ഉണ്ടാവും, പിന്നെ ഹൈ അച്ചീവേഴ്സ് ഉണ്ടാവും. ബേസിക്കലി ഇത് മൂന്നും ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഒരേ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊന്നും നാട്ടിൽ നമ്മൾ അത്രത്തോളം കാണുന്നില്ലെങ്കിലും ഇവിടെ നമുക്ക് പല കാറ്റഗറി ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ സെയിം ക്ലാസ്സിലുണ്ടാവും. ആ ക്ലാസ്സിൽ തന്നെ ബിലോ ആവറേജ് അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് നമ്മൾ സംതിങ് എക്സ്ട്രാ കൊടുക്കണം, ഇല്ലേ? ഈ ബിലോ റേഞ്ചിലുള്ള കുട്ടികൾക്ക് അവരുടെ ലെവലിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കണം. അപ്പോൾ ഇത് വലിയൊരു ടാസ്ക്കാണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസും ടാസ്കും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടാസ്ക് ഈ എല്ലാ ലെവലിലുള്ള കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഡിഫറൻസിയേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഡിഫറൻസിയേഷൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കാമെന്നിരിക്കട്ടെ. ഗ്രൂപ്പ് ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ഒരു ഫോർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ക്ലാസ്സിൽ 4 ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആക്കാം. ഹെട്രോജീനിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഹൈ അച്ചീവേഴ്സ് ഒക്കെ ഒരു ഗ്രൂപ്പ്, മിഡിലൊക്കെ ഒരു ഗ്രൂപ്പ്, ലോ ഒക്കെ ഒരു ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആക്കാം. അതായത് ഒരു സിംഗിൾ ഗ്രൂപ്പ് തന്നെ ഹൈയും മിഡിലും ലോയും ഇതൊക്കെ വന്നിട്ടുള്ള ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഈച്ച് സ്റ്റുഡൻറ്റിനും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടാസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഡിഫറൻസിയേഷൻ ആക്ടിവിറ്റി പറയുമ്പോൾ അതിലൊന്ന് വർക്ക്ഷീറ്റ് കൊടുക്കലാണ്. ഓക്കെ, വർക്ക്ഷീറ്റ് നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് ക്ലാസ്സിൽ വർക്ക്ഷീറ്റ് കൊടുക്കുന്നത്? ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്തു, എല്ലാ കുട്ടികൾക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ അത് പറ്റില്ല. ഡിഫറൻസിയേഷൻ ടാസ്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് വർക്ക്ഷീറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾ ഹോമോജീനിയസ് ആയിട്ട് ആണ് കുട്ടികളെ ഇരുത്തുന്നതെങ്കിൽ ഹൈ അച്ചീവേഴ്സിനൊക്കെ കുറേ കൂടി ഹൈ ലെവലിലുള്ള വർക്ക്ഷീറ്റ് നിങ്ങൾ കൊടുക്കണം ആ ചാപ്റ്ററിന്. പിന്നെ മിഡിൽ അച്ചീവേഴ്സിന് ഒരു ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കണം. പിന്നെ ലോ അച്ചീവേഴ്സിനാണെങ്കിൽ അതായത്
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടുതൽ ഡയഗ്രവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വർക്ക്ഷീറ്റ് ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് ക്ലാസ്സിൽ കാണിക്കാം. പിന്നെ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കാം. ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ തന്നെ ചെറിയ ഈ ലോ അച്ചീവേഴ്സിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സിമ്പിൾ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാം. പിന്നെ മിഡിലിന് ഒരു ആവറേജ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി കൊടുക്കാം. ഹൈ അച്ചീവറിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് അവർക്ക് കുറച്ചും കൂടി ക്രിറ്റിക്കലി ലോജിക്കലി ഒക്കെ തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുക്കാം. അത് എന്ത് ആക്ടിവിറ്റി കൊടുക്കണം എന്നുള്ളത് നിങ്ങളെ സബ്ജക്റ്റിനെയും നിങ്ങളുടെ ടോപ്പിക്കിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നെക്സ്റ്റ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കാന്നിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളൊരു മാത്സ് ടീച്ചർ ആണെങ്കിൽ, ഒരു മാത്സ് ടീച്ചർ ആണെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പം അതിനൊരു കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നിമിഷ നേരം കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കും. പക്ഷേ മിഡിൽ അച്ചീവേഴ്സ് കുറച്ചുകൂടി ടൈം എടുക്കും. ആ ലോ ലെവലിലുള്ള കുട്ടികൾ ഒരുപാട് ടൈം എടുക്കും ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. പക്ഷേ അപ്പോൾ ഈ ഹൈ അച്ചീവേഴ്സ് ഓൾറെഡി ഇത് ഫിനിഷ് ചെയ്തുവല്ലോ. അപ്പോൾ അവർ ചുമ്മാ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടും ക്ലാസ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പ്രോബ്ലം ആട്ടെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. അതായത് ഏത് കുട്ടിയാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്നത്, മറ്റു കുട്ടികൾ സ്റ്റിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ ചെയ്ത് കഴിഞ്ഞ കുട്ടിക്ക് കൊടുക്കണം. അതും കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിനെ ഒന്ന് അടക്കി ഇരുത്താനും പറ്റും. ഇതൊരു കൈൻഡ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അതായത് തീരുമ്പോൾ നമ്മൾ പിന്നെയും മീൻസ് ആ കുട്ടികൾ ഹൈ അച്ചീവർ ആണെന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അതായത് അവർ ഓൾറെഡി ഫിനിഷ് ചെയ്തു, അവർക്ക് അടുത്ത ടാസ്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം. പിന്നെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒരു കുട്ടി ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഹൈ അച്ചീവേഴ്സ് ഇത് ചെയ്ത് കഴിഞ്ഞു, ലോ അച്ചീവേഴ്സ് സ്റ്റിൽ ഡൂയിങ് ആണെങ്കിൽ ഈ ഹൈ അച്ചീവേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ചെയ്ത് കഴിഞ്ഞ കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തിട്ട് ആൻസർ കിട്ടാത്ത കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ചെന്നിട്ട് ഇവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ കുട്ടിക്ക് ആൻസർ കിട്ടിക്കുന്ന രീതിയിൽ ഇവരോട് ആ ചെയ്യാത്ത കുട്ടികളെ ചെയ്ത കുട്ടികളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും ഒരു ഡിഫറൻസിയേഷൻ കാണിക്കും. പിന്നെ നിങ്ങൾ വർക്ക്ഷീറ്റ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വർക്ക്ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എയ്തർ നിങ്ങൾക്ക് ഒരു സിംഗിൾ വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ടാസ്ക് 1ഉം ടാസ്ക് 2ഉം ടാസ്ക് 3ഉം കൊടുക്കുക. അതായത് ലോ അച്ചീവേഴ്സിനുള്ള ഒരു ടാസ്ക്, മിഡിലിന് ഒരു ടാസ്ക്, ഹൈ അച്ചീവേഴ്സിന് ഒരു ടാസ്ക്. ഇൻ എ സിംഗിൾ വർക്ക്ഷീറ്റ് യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. അതർവൈസ് വാട്ട് യു ക്യാൻ ഡു ഈസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വർക്ക്ഷീറ്റ് പ്രിന്റ് ചെയ്യുക. അതായത് ഒറ്റ ഒരു 1-2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ടാസ്ക് സെപ്പറേറ്റ്, അതായത് ഹൈ അച്ചീവേഴ്സിനുള്ള ഒരു സെപ്പറേറ്റ് വർക്ക്ഷീറ്റ്, മിഡിൽ അച്ചീവേഴ്സിനുള്ള വേറൊരു സെപ്പറേറ്റ് വർക്ക്ഷീറ്റ്, ലോ അച്ചീവേഴ്സിനുള്ള സെപ്പറേറ്റ് വർക്ക്ഷീറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് പ്രിന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ PPT ഒക്കെ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ ബിഗിനിങ്ങിൽ നമുക്ക് ഈ ലോ അച്ചീവേഴ്സിന് ഒന്ന് ഇതാക്കി വേണ്ടിയിട്ട് നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസിലി അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. ആ ക്വസ്റ്റ്യൻസ് ഈ ലോ അച്ചീവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് പറയിപ്പിക്കാം. ആ രീതിയിൽ ഒന്ന് കാണിക്കാം. പിന്നെ അറ്റ് ദ എൻഡ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിയുമ്പോൾ അതിലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഹൈ അച്ചീവേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഹൈ അച്ചീവർ കുട്ടികളോട് ചോദിച്ചിട്ട് നമുക്ക് അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കാം. പിന്നെ നമ്മളിപ്പോൾ ക്ലാസ്സിലൊരു സിംപ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നിരിക്കട്ടെ, നമുക്കറിയാം ഈ കുട്ടി ലോ അച്ചീവർ ആണെന്ന് അറിയാം. ആ കുട്ടിയോട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കുമ്പോഴേ അറിയാം ചിലപ്പോൾ ആൻസർ കിട്ടില്ല എന്നറിയാം. അപ്പോൾ ആ കുട്ടിക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ ആൻസർ കൊടുക്കുന്നതിന് പകരം അതിനേക്കാളും മിഡിൽ അച്ചീവർ ആയിട്ടുള്ള കുട്ടികളെ കോൾ ചെയ്തിട്ട് അവനോട് ഹെൽപ്പ് ചെയ്യാൻ പറയാം. ഇൻ കേസ് അവനും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ അച്ചീവർ ആയിട്ടുള്ള ആ സ്റ്റുഡൻറ്റിനെ വിളിക്കാം, അവനെ കൊണ്ട് ആൻസർ പറയിപ്പിക്കാം. എന്നിട്ട് ഫൈനലി ആൻസർ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചോദിച്ച ആ കുട്ടീനെ കൊണ്ട് അത് മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനോട് തന്നെ ആ ആൻസർ അവൻ്റെ അടുത്ത് നിന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ക്ലാസ്സിൽ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ്
സിമ്പിളായിട്ടുള്ള ഡിഫറൻസിയേഷൻ നമുക്ക് ക്ലാസ്സിൽ സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് വർക്ക്ഷീറ്റ് തന്നെയാണ്. പിന്നെ സിമുലേഷനും അങ്ങനെ നമുക്ക് ഒരുപാട് ആപ്പ് കിട്ടും. പല ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലെസൺ ഇൻറ്ററാക്റ്റീവ് ആക്കാനുള്ള പല ആപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികളെ എനിക്കൊന്ന് കുറച്ചും കൂടി ഈ ലോ അച്ചീവേഴ്സിനൊക്കെ കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലെസൺസ് ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിലുള്ള പലതരം ഡിഫറൻസിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഡിഫറൻസിയേഷൻ മെത്തേഡ്സ് ഒക്കെ അറിയുന്നവർ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾ ക്ലാസ്സിൽ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.